ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ അവസാന ഭാഗത്തിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ക്വസ്റ്റിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു പീരിയോഡിക് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഉള്ള എലമെൻറ്റ്സ് ഒന്നും റിയൽ അല്ല, ABCDEFG എന്നാണ് എലമെൻറ്റ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അപ്പം ഇംഗ്ലീഷിൽ നമ്മൾക്കറിയാം വിച്ച് ആർ ദി എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇതിൽ ഈ ഒരു പീരിയോഡിക് ടേബിളിലുള്ള എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, അപ്പോൾ ഏതൊക്കെയാണ് എസ് ബ്ലോക്കിൽ വരുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും അല്ലേ. അപ്പോൾ എസ് ബ്ലോക്കിൽ ഏതൊക്കെ വരും എലമെൻറ്റ്സ് ആയിട്ട്? ഫസ്റ്റ് ഗ്രൂപ്പിൽ എ വരും, സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ബി വരും. അപ്പോൾ എ ആൻഡ് ബി, എയും ബിയുമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോൾ ആദ്യത്തെ ഉത്തരം നമ്മൾക്ക് കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, +2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകം. വിച്ച് എലമെൻറ്റ് ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഏതായിരിക്കും? ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇല്ലേ. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഗ്രൂപ്പ് 1 ആണെങ്കിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഗ്രൂപ്പ് 2 ആണെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പോൾ ഇവിടെ ഏതാ? +2 ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഏതായിരിക്കും ഗ്രൂപ്പ്? സെക്കൻഡ് ഗ്രൂപ്പാണ് അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റ് മൂലകം ഏതാണ് അല്ലേ? ബി ആണ് അല്ലേ. അപ്പോൾ അതാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻറ്റ് മൂലകം ഏതാണ്? ബി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഗ്രൂപ്പ് 1 ആണെങ്കിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, +1 ഓക്സീകരണാവസ്ഥ കാണിക്കും. ഗ്രൂപ്പ് 2 ആണെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, +2 ഓക്സീകരണാവസ്ഥ കാണിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരുന്ന മൂലകം ഏത്? വിച്ച് എലമെൻറ്റ് കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ? ബാഹ്യതമ ഷെൽ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെൽ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി എങ്ങനെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇവിടെയുള്ള ഏത് എലമെൻ്റ് ആണെന്ന് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ബാഹ്യതമ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് 5 ഇലക്ട്രോൺസ് വരുന്ന എലമെൻ്റ് ഏതാണ്? അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണം? 5. അപ്പോൾ എങ്ങനെ ചെയ്യും നമ്മളത്? അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക വിന്യാസം ഒന്ന് എഴുതി നോക്കാം. ഇലക്ട്രോണിക വിന്യാസം എഴുതുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 തന്നെ. അപ്പോൾ 2, അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാം? 5. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 വന്നില്ലേ? കണ്ടോ? 5 എന്ന് എഴുതിയപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര വന്നു? 5 വന്നു. അപ്പോൾ 2 + 5 എത്രയാണ്? 7 ആണ്. ആറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ അതിൻ്റെ സബ് ഷെൽ എഴുതി നോക്കാമല്ലോ നമ്മൾക്കിനി. 1s2, 2s2, 2p3, 2 + 2 4, 4 + 3 7. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷെല്ല്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ ഷെല്ലിൽ 8 വരെ ഫില്ല് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തോ മതി? 5 മതി. അപ്പോൾ 5 കൊടുക്കുക. അപ്പോൾ 7 കിട്ടി അല്ലേ. അപ്പോൾ എന്നിട്ട് എന്ത് എഴുതുക? അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരു പീരിയോഡിക് ടേബിളാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഏത് എലമെൻ്റ് ആണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ സബ് ഷെൽ നോക്കുക. സബ് ഷെൽ നോക്കിയിട്ട് എന്ത് കണ്ടുപിടിക്കുക? അവിടെയുള്ള ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കുക? ഗ്രൂപ്പ് അല്ലേ. ഗ്രൂപ്പിൽ നിന്നല്ലേ നമ്മൾക്ക് മനസ്സിലാകുള്ളൂ ഏത് എലമെൻ്റ് ആണെന്ന്. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം അല്ലേ? 2p ആണ്. അപ്പോൾ എന്ത് വരും? ഇതിൽ എത്ര ആഡ് ചെയ്യുക? 12 ആഡ് ചെയ്യുക അല്ലേ. 12 + 3 എത്രയാ? 15. ഏത് ഗ്രൂപ്പിലാണ്? 15th ഗ്രൂപ്പിലാണ് ഈ എലമെൻ്റ് വരുന്നത്. അപ്പോൾ 15th ഗ്രൂപ്പ് നോക്കുക, അവിടെ ഏത് എലമെൻ്റ് ആണ് നോക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ്. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 5. നമുക്ക് ടോട്ടൽ 7 കിട്ടി, അറ്റോമിക് നമ്പർ 7 കിട്ടിയപ്പോൾ എന്നിട്ട് എന്ത് എഴുതുക? അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഗ്രൂപ്പ് കണ്ടുപിടിച്ചാൽ. ഏത് ഗ്രൂപ്പാണ്? 15th ഗ്രൂപ്പാണ്. ഈ 15th ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റ് ഏതാണ്? അതായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 5 ഇലക്ട്രോൺസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് 15th ഗ്രൂപ്പാണ്, 15ാമത്തെ ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ 15ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകം എലമെൻ്റ് എഴുതാതാണെന്ന് നോക്കിയേ. ഇ ആണ് അല്ലേ, ഇ ആണ്.
ഓക്കെ. അപ്പോൾ 5 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരുന്ന മൂലകം ആരാണ്? ഇ ആണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ആ ഉത്തരമായിട്ട് എടുത്തെഴുതുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ബാഹ്യതമ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരുന്ന മൂലകം. അപ്പോൾ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണം? 5 ഇലക്ട്രോൺസ് വരണം. അപ്പോൾ ആ എലമെൻ്റ് ഏതാണെന്ന് നോക്കാമല്ലോ. ശ്രദ്ധിക്കുക. അപ്പോൾ ചോദ്യം ഒന്നും കൂടി ശ്രദ്ധിക്കാം. പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണം? 5 ഇലക്ട്രോൺസ് വരണം. 5 ഇലക്ട്രോൺ വരണം. ആ മൂലകം ആ ഗ്രൂപ്പിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം എന്തെഴുതുക? പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരണം. അപ്പോൾ ആ സബ്ഷെൽ എഴുതാമല്ലോ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാമല്ലോ. നമ്മൾക്ക് എങ്ങനെ എഴുതും? 1s2 2s2 2p. പിയിൽ എത്ര എണ്ണം വരണം? 5 എണ്ണം വരണം. ഓക്കെ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് എഴുതുക. 1s2 2s2 2p5. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മളുടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒരു ഫിഗർ ഉണ്ട് ഇല്ലേ? ഒരു പീരിയോഡിക് ടേബിളാണ്. അതിൽ ഗ്രൂപ്പിൽ ഏത് മൂലകമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാമല്ലോ. കണ്ടുപിടിക്കാം. അപ്പോൾ ഗ്രൂപ്പ് നോക്കുക. ഇപ്പോൾ 2p. പിയിൽ 5 ആണുള്ളത്. അപ്പോൾ പിയിലാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട്. പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? മുകളിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അതിൻ്റെ ഒപ്പം എത്ര കൂട്ടുക? 12 കൂട്ടുക. അപ്പോൾ 5 + 12 എത്രയാ? 17. അപ്പോൾ ഗ്രൂപ്പ് ഏത് കിട്ടി നമ്മൾക്ക്? 17 കിട്ടി അല്ലേ? അപ്പോൾ നമ്മളുടെ ആ ചോദ്യത്തിൽ പീരിയോഡിക് ടേബിൾ നോക്കുക. 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകം ഏതാണെന്ന് നോക്കുക. അതായിരിക്കും എന്താണ് നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഗ്രൂപ്പ് കിട്ടി അല്ലേ? അപ്പോൾ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ ഗ്രൂപ്പിൽ വരുന്ന മൂലകം എലമെൻ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് എന്ത് കിട്ടി? നമ്മളുടെ ഉത്തരം കിട്ടി. അപ്പോൾ നമ്മുടെ ചോദ്യം ബാഹ്യതമ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരുമ്പോൾ ആ മൂലകം ഏതാണ്? അപ്പോൾ ഏതാണ്? 17ആണ് നമ്മൾക്ക് കിട്ടിയ ഗ്രൂപ്പ്. 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകം ഏതാണ്? ജി അല്ലേ? അപ്പോൾ ജി ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ. അപ്പോൾ ഉത്തരം നല്ല ഭംഗിയായിട്ട് എഴുതുക, മനസ്സിലാക്കുക. ഇനി ഈ ചോദ്യത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടിയുണ്ട്. അതും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഡി സബ്ഷെല്ലിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന മൂലകങ്ങൾ. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിൽ ഫിൽ ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? വളരെ സിമ്പിളാണ്. ഏതൊക്കെയാണ് ഡി സബ്ഷെല്ലിൽ വരുന്നത്? സിയും ഡിയും അല്ലേ? സിയും ഡിയും ആണ് ഡി സബ്ഷെല്ലിൽ അവസാനമായിട്ട് ഫിൽ ചെയ്യുന്ന എലമെൻറ്റ്സ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എടുത്ത് എഴുതാം അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? അയോണീകരണ ഊർജം, വിച്ച് മീൻസ് അയോണൈസേഷൻ എനർജി. അപ്പോൾ അയോണീകരണ ഊർജം, അയോണൈസേഷൻ എനർജി ഏറ്റവും കൂടിയ മൂലകം, ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ആർക്കാണ്? നമ്മൾക്കത് എങ്ങനെ മനസ്സിലാകും? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം അല്ലേ? മുകളിൽ നിന്ന് താഴേക്കാണ് ഗ്രൂപ്പ് പോകുന്നത്. ഗ്രൂപ്പിൽ അയോണൈസേഷൻ എനർജി കുറയും, പീരീഡിൽ അയോണൈസേഷൻ എനർജി കൂടും അല്ലേ? അപ്പോൾ പീരീഡിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി ആർക്കാണ് വരുന്നത്? നോക്കിയൊന്ന് ശ്രദ്ധിച്ചേ. എച്ചിനാണ് വരുന്നത് അല്ലേ? എച്ച് 18ാമത്തെ ഗ്രൂപ്പിലെ എച്ചിനാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് അയോണൈസേഷൻ എനർജി നമ്മൾ നോക്കുന്നത്? ഗ്രൂപ്പിൽ കുറയുന്നു, പീരീഡിലേക്ക് പോകുമ്പോൾ കൂടുന്നു. മനസ്സിലായോ? ഗ്രൂപ്പ് താഴേക്കാണ്, പീരീഡ് ഹൊറിസോണ്ടലായിട്ട് പോകുന്നു അല്ലേ? കുത്തനെയുള്ളവയെ ഗ്രൂപ്പ് എന്നും വിലങ്ങനെയുള്ളവയെ പീരീഡ് എന്നും വിളിക്കുന്നു. പഠിക്കുക, പീരീഡിലായിരിക്കും അയോണൈസേഷൻ എനർജി കൂടുന്നത്. അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ വരുന്നതിനായിരിക്കും. കണ്ടോ, റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ? പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ വലതുവശം നോക്കുക. കണ്ടോ, വലതുവശത്ത് ഏറ്റവും അവസാനമായി വരുന്ന മൂലകം എലമെൻറ്റ് ഏതാണത്? എച്ച് 18ാമത്തെ ഗ്രൂപ്പാണ്. കാരണം അതെന്താ? സ്റ്റേബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജിയും ആർക്കാണ് വേണ്ടത്? ആ എച്ച് എന്ന് പറയുന്ന മൂലകത്തിനായിരിക്കും, എലമെൻറ്റിനായിരിക്കും വേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അയോണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം ഗ്രൂപ്പിൽ കുറയുന്നു, പീരീഡിൽ വളരെയധികം കൂടുന്നു. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ഏറ്റവും ക്രിയാശീലം കൂടിയ അലോഹം. വിച്ച് നോൺ മെറ്റൽ ഹാസ് ഹയസ്റ്റ് റിയാക്ടിവിറ്റി? ക്രിയാശീലം എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി. അപ്പോൾ ഏതായിരിക്കും? ഇപ്പോൾ നോൺ മെറ്റലാണ്. നോൺ മെറ്റൽ ഏത് ബ്ലോക്കിലാണ് വരുന്നത്? പി അല്ലേ? നോക്കിയേ, ആ ഫിഗറിലേക്ക് നോക്കിയേ, പിയിലാണ്, പി ബ്ലോക്കിലാണ് വരുന്നത്.
അല്ലേ? അപ്പോൾ ഏതാണെന്ന് നോക്കാമല്ലോ. പി ബ്ലോക്കിൽ നമ്മൾക്കറിയാം, പി ബ്ലോക്കിലേക്ക് പോകുമ്പോൾ റിയാക്ടിവിറ്റി പീരീഡിൽ ഇൻക്രീസ് ചെയ്യും, അല്ലേ? പീരീഡിൽ കൂടി വരും. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പ് വരുമോ? ഇല്ല. കാരണം എന്താ? അവർ സ്റ്റേബിളാണ്, അല്ലേ? സ്ഥിരതയുള്ളതാണ്. അപ്പോൾ എച്ച് വരില്ല. പിന്നെ ഏതാ ഉള്ളത്? 17ാമത്തെ ഗ്രൂപ്പാണ്, അല്ലേ? അപ്പോൾ ഏറ്റവും ക്രിയാശീലം കൂടിയ അലോഹം, നോൺ മെറ്റൽ ഏതായിരിക്കും? 17ാമത്തെ ഗ്രൂപ്പിലെ ജി ആയിരിക്കും, അല്ലേ? അപ്പോൾ ജി ആണ് എന്ത്? ഹയസ്റ്റ് റിയാക്ടിവിറ്റി ഉള്ള നോൺ മെറ്റൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നോൺ മെറ്റൽ എന്ന് പറയുമ്പോൾ പി ബ്ലോക്ക് എടുക്കുക, എന്നിട്ട് നോക്കുക, അല്ലേ? പി ബ്ലോക്കിൽ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എങ്ങനെ കിട്ടിയെന്നാണ് കേട്ടോ. ഇനി അവസാനത്തെ ചോദ്യം, -2 ഓക്സീകരണ അവസ്ഥ കാണിക്കുന്ന മൂലകം ഏത്? അല്ല, വിച്ച് എലമെൻറ്റ് ഷോസ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അപ്പോൾ നമ്മൾക്കത് എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ചോദ്യം നമ്മൾ കണ്ടായിരുന്നു, -2 ഓക്സീകരണ അവസ്ഥ വരുന്ന മൂലകം. അപ്പോൾ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണ അവസ്ഥ എങ്ങനെ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്? അക്സെപ്റ്റ് 2 ഇലക്ട്രോൺസ്, അല്ലേ? 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുമ്പോഴാണ്, അല്ലേ? സ്വീകരിക്കുമ്പോൾ, അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് വരുന്നത്? -2 എന്ന് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മളുടെ പീരിയോഡിക് ടേബിൾ തന്നിരിക്കുന്ന, നമ്മൾ ചോദ്യത്തിലുള്ള പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന മൂലകം എലമെൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ടാസ്ക്, അല്ലേ? നമ്മളെന്ത് നോക്കും? അപ്പോൾ നമ്മൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ -2 വരുമ്പോൾ ഏത് വരണം? അപ്പോൾ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം, അല്ലെ? എങ്ങനെ എഴുതും? നമ്മൾ ആദ്യം എന്ത് എഴുതും? 2. -2 വരണമെങ്കിൽ 2 എണ്ണം വാങ്ങണം, അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ എത്രയായിരിക്കണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമായ ഷെല്ലിൽ എത്രയായിരിക്കണം? 6 ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം എഴുതി നോക്കുക. അപ്പോൾ 2, 6. അപ്പോൾ 6 ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 വന്നാൽ എത്ര വാങ്ങാൻ പറ്റുള്ളൂ? നമുക്ക് 2 എണ്ണം വാങ്ങാൻ പറ്റുള്ളൂ, അല്ലേ? 2 എണ്ണം വാങ്ങുമ്പോൾ എന്താകുന്നു? സ്റ്റേബിൾ ആകുന്നു, 8 ആകുന്നു. അപ്പോൾ വാങ്ങുമ്പോൾ എന്ത് ചാർജ് വരും? മൈനസ് ചാർജ് വരും, അല്ലേ? അപ്പോൾ ഓക്സീകരണ അവസ്ഥ എന്ത് വരും? -2 എന്ന് വരും, അല്ലേ? അങ്ങനെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് നോക്കാം. അപ്പോൾ 2 + 6, അല്ലേ? അപ്പോൾ എത്രയാണ് 2 + 6? 8. അപ്പോൾ 8ആണ് അറ്റോമിക സംഖ്യ വരുന്നത്. ഇനി അതിൻ്റെ എന്ത് എഴുതി നോക്കുക? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുക. എങ്ങനെ എഴുതും? 1s2, 2s2, 2p4, അല്ലേ? 4 + 2 6, 6 + 2 8, 8ആയി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 6 വന്നു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമായ ഷെല്ലിൽ 6 വന്നാലേ ഓക്സീകരണാവസ്ഥ എത്ര വരുള്ളൂ? -2 വരുള്ളൂ. പോരെ? 6 വന്നു കഴിഞ്ഞാൽ 2 എണ്ണം നമ്മൾ സ്വീകരിക്കും, എന്താകാനായിട്ട്? സ്റ്റേബിൾ ആകാനായിട്ട്, അല്ലേ? അപ്പോൾ എന്ത് വരും? -2 എന്ന് വരും, അല്ലേ? അപ്പോൾ അതിൻ്റെ എന്ത് എഴുതുക? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. 1s2, 2s2, 2p4. ഇനി എന്ത് കണ്ടുപിടിക്കണം? നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ഗ്രൂപ്പ് കണ്ടുപിടിക്കണം, അല്ലേ? ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? പിയിൽ 4ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? പി ആണെങ്കിൽ, പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? 4 + 12 എത്ര വരും? 16. അപ്പോൾ ഗ്രൂപ്പ് കിട്ടിയല്ലോ, ഗ്രൂപ്പ് കിട്ടി. അപ്പോൾ ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കിനി എന്ത് നോക്കിയാൽ മതി? 16ാമത്തെ ഗ്രൂപ്പിൽ ആരാണ് വരുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ 16ാമത്തെ ഗ്രൂപ്പിൽ ആരാണ് വരുന്നത്? ആ മൂലകം, ആ എലമെൻ്റ് ആയിരിക്കും അതിൻ്റെ നമ്മൾക്ക് ഈ -2 ഓക്സീകരണാവസ്ഥ വരുന്ന എന്ത് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ആദ്യം ഇലക്ട്രോണിക വിന്യാസം എഴുതുക. -2 വരണം ഓക്സീകരണാവസ്ഥ. അപ്പോൾ ബാഹ്യതമായ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം വേണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 എണ്ണം വേണം. അപ്പോൾ 2 എണ്ണം വാങ്ങുമ്പോൾ സ്റ്റേബിൾ ആകും. അപ്പോൾ ഓക്സീകരണാവസ്ഥ എന്ത് വരും? -2 എന്ന് വരും. ഇതിൻ്റെ അറ്റോമിക സംഖ്യ എടുക്കുക, എന്നിട്ട് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 16ാമത്തെ ഗ്രൂപ്പിൽ ആരാണെന്ന് നോക്കാമല്ലോ. നമ്മൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഗ്രൂപ്പ് എത്ര കിട്ടിയത്? 16 കിട്ടി, അല്ലേ? 16 വരുന്ന 16ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകം ഏതാണ്? എഫ്, അല്ലേ? എഫ് ആണ് നമ്മളുടെ മൂലകം. അപ്പോൾ -2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകം ഏതാണ്? എഫ്. മനസ്സിലായല്ലോ എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഓക്കെ,
ഇനി നമ്മൾക്ക് അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം. ദ എലമെൻറ്റ് എക്സ് ഇൻ ഗ്രൂപ്പ് 17 ഹാസ് 3 ഷെൽസ്. ഒരു എലമെൻറ്റ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അതിന് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. എത്രയാണ് ഗ്രൂപ്പ്? 17 ഗ്രൂപ്പ്. എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് സോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പോൾ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? നമ്മൾക്കൊന്ന് നോക്കാം എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഇപ്പോൾ നമ്മളുടെ ചോദ്യത്തിൽ ഗ്രൂപ്പ് 17 തന്നിട്ടുണ്ട്, ഷെല്ല് 3 തന്നിട്ടുണ്ട്, മൂലകം എലമെൻ്റ് എന്തെന്ന് തന്നിട്ടുണ്ട്? എക്സ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, എക്സ്. നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ എഴുതും? 3 ഷെല്ലുണ്ട്. 3 ഷെല്ലെന്ന് പറയുമ്പോൾ പീരീഡ് എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. പീരീഡ് നമ്പറും ഷെൽ നമ്പറും ഒന്നാണ്. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാമല്ലോ, സബ്ഷെൽ ഒന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6. ഇപ്പോൾ 2 ആയിട്ടുള്ളൂ, ഷെല്ല് 2 ആയിട്ടുള്ളൂ. എത്ര എണ്ണം വരണം? 3 വരണം അല്ലേ. അപ്പോൾ 1s2, 2s2, 2p6. അടുത്തേതാ? 3s2. അപ്പോൾ 3 അല്ലേ, 3 ഷെല്ലായി. പക്ഷെ 3 ഷെല്ലാകുമ്പോൾ 3s ആകുമ്പോൾ ഗ്രൂപ്പ് 17 കിട്ടുമോ നോക്കിയേ. 3s ആകുമ്പോൾ മുകളിൽ എത്രയാ? 2. എസിൻ്റെ മുകളിൽ 2 ആണെങ്കിൽ ഗ്രൂപ്പ് എത്രയാ? 2 അല്ലേ. നമ്മൾക്ക് എത്ര വരണം? ഗ്രൂപ്പ് 17 വരണം അല്ലേ. അപ്പോൾ 3s പറ്റുമോ? 3s2 പറ്റുമോ? ഇല്ല. അപ്പോൾ അടുത്തതിലേക്ക് പോയാലോ. 3s കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? 3യുടെ തന്നെ ഷെൽ ഏതാണ്? 3p അല്ലേ. അപ്പോൾ 3pയിൽ എത്ര കൊടുത്താൽ 17 കിട്ടും? എത്ര കൊടുത്താൽ കിട്ടും? 5. കാരണം എങ്ങനെയാ? ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പിയുടെ മുകളിൽ എത്രയാണ് അതിൻ്റെ ഒപ്പം 12 കൂട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ 5 കൊടുത്താൽ 5 + 12 എത്ര കിട്ടും നമ്മൾക്ക്? 17 കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് 17 കിട്ടിയില്ലേ. അപ്പോൾ ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p5. മനസ്സിലായോ? അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ദ പീരീഡ് നമ്പർ. നമ്മൾക്കിപ്പോൾ സബ്ഷെൽ കിട്ടി. അവസാനം വരുന്ന സബ്ഷെൽ ഏതാ? 3p5 ആണ് അല്ലേ. അപ്പോൾ പീരീഡ് എത്രയാ? 3. ഓക്കെ. അടുത്ത ചോദ്യം എന്താ? വാട്ട് വിൽ ബി ദ കെമിക്കൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട്. ആ സംയുക്തത്തിൻ്റെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും? എപ്പോൾ? ഇഫ് ദ എലമെൻറ്റ് എക്സ് റിയാക്ട്സ് വിത്ത് വൈ ഓഫ് ദ തേർഡ് പീരീഡ്. എക്സ് എന്ന് പറയുന്ന ഒരു മൂലകം വൈ എന്ന് പറയുന്ന മൂലകമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈ വൈയുടെ പ്രത്യേകത എന്താ? അതിൻ്റെ പീരീഡ് 3 തന്നിട്ടുണ്ട് അല്ലേ. വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ടല്ലോ, വിച്ച് കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ ഇൻ പി സബ്ഷെൽ. അതിൻ്റെ പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. നമ്മൾക്ക് ഈ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് എങ്ങനെയായിരിക്കും എക്സിൻ്റെയും വൈയുടെയും കെമിക്കൽ ഫോർമുല എന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മളതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയേ. എക്സിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഇല്ലേ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. 1s2, 2s2, 2p6, 3s2, 3p5. ഇനി നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈയുടെയും സബ്ഷെല്ല് കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ വൈയുടെ അവർ തന്നിരിക്കുന്ന ക്ലൂ എന്താ? തേർഡ് പീരീഡ് എന്ന് തന്നിട്ടുണ്ട്. അതിൽ പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് വരുന്നതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് എഴുതി നോക്കാമല്ലോ. എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. എങ്ങനെ വരും? 1s2, 2s2, 2p6 സെക്കൻഡ് പീരീഡേ ആയിട്ടുള്ളൂ കേട്ടോ. 3s2, 3p. കണ്ടോ, പി സബ്ഷെല്ലിൽ എത്ര? കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ വന്നിരിക്കുന്നു. അപ്പോൾ പിയുടെ മുകളിൽ എന്ത് എഴുതുക? 1 എഴുതുക. അപ്പോൾ പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ. തേർഡ് പീരീഡാണ്. കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ ഇൻ പി സബ്ഷെൽ. അതിൻ്റെ പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ വന്നിരിക്കുന്നു. അപ്പോൾ 3p1. 1s2, 2s2, 2p6, 3s2, 3p1. ഇതാണ് വൈയുടെ സബ്ഷെൽ. എക്സിൻ്റെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, വൈയുടെയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവയുടെ എന്ത് കണ്ടുപിടിക്കണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വാലൻസി കണ്ടുപിടിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണെന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾക്ക് എക്സിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താ? 1s2, 2s2, 2p6, 3s2, 3p5. ഇനി അതിൻ്റെ എന്തെഴുതാം? നമ്മൾക്ക് ഇലക്ട്രോണിക് വിന്യാസം എഴുതാം അല്ലേ. 1s എന്ന് പറഞ്ഞാൽ കെ ആണ്. കെയിൽ 2, എല്ലിൻ്റെ 2 സബ്ഷെൽ 8, എമ്മിൻ്റെ 2 സബ്ഷെൽ 7.
ഇനി എന്ത് എഴുതുക? ഇലക്ട്രോണിക് വിന്യാസം ഞാൻ ഇറക്കി എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് ചെയ്യാം. 2, 8, 7. ഇപ്പോൾ ഇതിൻ്റെ OS എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ. V എന്ന് പറഞ്ഞാൽ വാലൻസി, സംയോജകത. ഞാനിപ്പോൾ ഷോർട്ട് ഫോം ആക്കി എഴുതിയെന്നുള്ളൂ. 7 ആണ്. അപ്പോൾ അതിൻ്റെ സംയോജകത എത്രയാണ്? വാലൻസി എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ എന്ത് എഴുതണം? അതിൻ്റെ ചാർജ് എഴുതണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചാർജ് എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ചാർജ് എഴുതിയത്. അപ്പോൾ എന്താണ്? -1 ആണ് അല്ലേ? 7 ആണെങ്കിൽ ഒരെണ്ണം വാങ്ങും എന്താവാനായിട്ട്? സ്റ്റേബിൾ ആവാനായിട്ട്. അപ്പോൾ ഒരെണ്ണം വാങ്ങുമ്പോൾ എന്ത് ചാർജ് വരും? മൈനസ് ചാർജ് വരും. ഇനി വൈയുടെ കേസിലേക്ക് പോവുകയാണെങ്കിൽ വൈയുടെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. 1s2, 2s2, 2p6, 3s2, 3p1. അതിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം നമ്മൾക്ക് ഇതിൽ നിന്ന് എഴുതാം. Kയിൽ 2, Lൽ 8, Mൽ 3. ഇലക്ട്രോണിക് വിന്യാസം 2, 8, 3. അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 3 ഇലക്ട്രോൺ ഉള്ളപ്പോൾ ഇതെന്ത് ചെയ്യും? സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ, ഡൊണേറ്റ് ചെയ്യുകയോ ആക്സെപ്റ്റ് ചെയ്യുകയോ? ഡൊണേറ്റ് ചെയ്യും അല്ലെ? സ്റ്റേബിൾ ആകാൻ 8 ആകാനായിട്ട് 3 എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു 1, 2, 3, 4 ഈ സംഖ്യകളാണ് അവസാനം വരുന്നതെങ്കിൽ അത് വിട്ടുകൊടുക്കും, ഡൊണേറ്റ് ചെയ്യും അല്ലേ? എന്നാൽ 5, 6, 7, 8 ഒക്കെ ആണെങ്കിലോ അത് ആക്സെപ്റ്റ് ചെയ്യും അല്ലേ? ഇവിടെ 7 ആയതുകൊണ്ട് ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്തു സ്റ്റേബിൾ ആവാനായിട്ട്. അപ്പോൾ 8 ആയി. അപ്പോൾ ഇതിൻ്റെ ഓക്സീകരണാവസ്ഥ വാലൻസി എത്രയാ? 3 എന്ന് പറയുമ്പോൾ 3 എണ്ണം വിട്ടുകൊടുക്കും അല്ലേ? അപ്പോൾ +3 ആണ് ഇതിൻ്റെ വാലൻസി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ചാർജ് എഴുതണം. വാലൻസി എഴുതുമ്പോൾ ചാർജ് എഴുതണമെന്നില്ല. ഓക്സീകരണാവസ്ഥ എഴുതുമ്പോൾ +3 എന്ന് എഴുതണം. കാരണം ഇത് ചാർജ് എഴുതാൻ കാരണം ഞാൻ പറഞ്ഞു തരാം എന്താ കാരണം എന്ന്. നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ഈ 2 വാല്യൂസ് നമ്മൾക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഈ കണ്ടുപിടിച്ച ഓക്സീകരണാവസ്ഥയിലെ +3ഉം -1. എക്സിൻ്റെ -1 ആണ്, അതുപോലെ തന്നെ വൈയുടെ +3 ആണ്. ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെമിക്കൽ ഫോർമുല, രാസസൂത്രം എഴുതുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചാലേ ഈ +3ഉം -1ഉം കിട്ടിയത് കണ്ടുപിടിച്ചാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രാസസൂത്രം, കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് കെമിക്കൽ ഫോർമുല എഴുതാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ കെമിക്കൽ ഫോർമുല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഓക്സീകരണാവസ്ഥ എന്തൊക്കെയാണ്? എക്സിൻ്റെ -1 കിട്ടി, വൈയുടെ +3 കിട്ടി. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാമല്ലോ. കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം എഴുതേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ഓക്സീകരണാവസ്ഥയുള്ളതാണ് അല്ലേ? പോസിറ്റീവ് ഓക്സീകരണാവസ്ഥ ആർക്കാ? ഇവിടെ വൈക്ക്. അപ്പോൾ ആദ്യം ആരെഴുതുക? വൈ എഴുതുക. അതിനുശേഷമേ എന്തെഴുതാൻ പാടുള്ളൂ? നെഗറ്റീവ് ആയിട്ടുള്ളത് എഴുതാൻ പാടുള്ളൂ. ആദ്യം പോസിറ്റീവ് എഴുതുക, രണ്ടാമത് നെഗറ്റീവ് എഴുതുക. ഇനി വൈയുടെ വാല്യൂ എത്രയാ? +3. അപ്പോൾ നമ്മൾക്ക് പ്ലസ് എഴുതണ്ട, 3 എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഇനി എക്സിൻ്റെ എത്രയായിരുന്നു? -1. അപ്പോൾ മൈനസ് എഴുതണ്ട, 1 എന്ന് എഴുതുക. ഇത്രയും എഴുതിയ ശേഷം ഇതിൻ്റെ ഈ വാല്യൂസ്, ഈ 3ഉം 1ഉം ഇതിൻ്റെ താഴേക്ക് എന്തുക? മാറ്റി കൊടുക്കുക. 3 എക്സിൻ്റെ താഴേക്ക് കൊടുക്കുക, 1 വൈയുടെ താഴേക്ക് കൊടുക്കുക. ഓക്കെ. ഇത് തമ്മിൽ കൈമാറ്റം ചെയ്യുക താഴേക്ക്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കിട്ടും ഇത്? വൈയുടെ താഴേക്ക് ആര് വന്നു? ഈ 1 വന്നു അല്ലേ? 1 വൈയുടെ താഴേക്ക് വന്നു. അപ്പോൾ വൈയുടെ താഴെ 1 എഴുതാം. എക്സിൻ്റെ താഴെ എത്ര എഴുതാം? 3 അല്ലെ? 3 എക്സിൻ്റെ താഴേക്ക് വന്നു. ഇതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. വൈയുടെ താഴെ 1 ആയതുകൊണ്ട് 1 എഴുതണമെന്നില്ല. നമ്മൾക്ക് എന്തെന്ന് എഴുതാം? വൈ എന്ന് എഴുതിയാലും മതി. 1 ആണെങ്കിൽ അത് 1 എഴുതേണ്ട ആവശ്യമില്ല, വൈ എന്ന് മാത്രം എഴുതിയാൽ മതി. വൈ x3 ആണ് നമ്മളിപ്പോൾ ചെയ്ത ചോദ്യത്തിലെ കെമിക്കൽ ഫോർമുല. ഓക്കെ, ശ്രദ്ധിക്കുക എങ്ങനെ കിട്ടിയതെന്ന്. സംശയം ഉണ്ടാകാൻ പാടില്ല. ആദ്യം പോസിറ്റീവ് എഴുതണം, രണ്ടാമത് എന്ത് എഴുതാൻ പാടുള്ളൂ? നെഗറ്റീവ് എഴുതാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ മുകളിൽ ആ സംഖ്യകൾ, ചാർജ് എഴുതണ്ട, ആ സംഖ്യകൾ എഴുതുക, അത് തമ്മിൽ കൈമാറുക. വൈയുടെ എക്സിൻ്റെ താഴേക്ക് കൊടുക്കുക, എക്സിൻ്റെ മുകളിലുള്ളത് വൈയുടെ താഴേക്ക് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഏതാണ് ഇവിടെ മൂലകം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ വർക്ക്ഷീറ്റായിട്ട് തരുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലെറ്റസ് അസസ്, വിലയിരുത്താം എന്നുള്ളൊരു ഭാഗമാണ്. ആ വിലയിരുത്താമിലെ ലെറ്റസ് അസസ്സിലെ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക.